ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പർപ്പിൾ ജേർണൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു യൂണിക്കോൺ ബുക്കാണ്. ഞാൻ ഒരു ദിവസം തൊട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്തൊക്കെ ചെയ്യുന്നത്, നമ്മൾ സിഫ് ആൻഡ് എൻ്റെ അംബിഷൻ അതൊക്കെ എഴുതി വെക്കുന്ന ഒരു ബുക്കാണ്. പിന്നെ ജേർണൽസും ചെയ്യും. ഇത് എൻ്റെ ഒരു വൈറ്റും ബ്ലാക്കും ജേർണൽ. പിന്നെ ഇത് എൻ്റെ ബ്രൗണ്, ഇത് പിങ്ക് ജേർണൽ, ഇത് പ്രോപ്പർ വൈറ്റ് ജേർണൽ. ഇത് പിന്നെ ഫെബ്രുവരി ജേർണൽ എൻ്റെ ബർത്ത്ഡേ ആണ്. സെപ്റ്റംബർ എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ്. ജാനുവരി എൻ്റെ വാപ്പിയുടെ ബർത്ത്ഡേ ആണ്. ജൂലൈ ഉമ്മയുടെ ബർത്ത്ഡേ ആണ്. ഏപ്രിൽ ഒന്നുമില്ല, വെറുതെ ചെയ്തതാണ്. അവധി ദിവസമല്ലേ, സോ ഹാപ്പിനെസ് അതേ ഉള്ളല്ലോ, അപ്പോൾ അത്. പിന്നെ ഒരു ഗ്രീൻ ചാനൽ, പിന്നെ ഇത്തിരി ജനറൽ നോളജ് ഇരിക്കട്ടെ, GK ചാനൽ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പർപ്പിൾ ജേർണലാണ്. സോ യാതൊരു രീതിയിലുള്ള ചാർട്ടോ കളർ പേപ്പേഴ്സോ യൂസ് ചെയ്യാതെ നമ്മൾ സ്കെച്ച് യൂസ് ചെയ്താണ് ഈ ജേർണൽ ചെയ്യുന്നത്. ഞാനിപ്പോൾ കുറച്ച് ജേർണൽ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബുക്കിൻ്റെ സഹായം നമ്മൾ തേടുന്നുണ്ട്. ഞാനിവിടെ ലൈറ്റും ഡാർക്കും കളർ സ്കെച്ചസ് ആണ് എടുത്തിരിക്കുന്നത്. രണ്ടും പർപ്പിൾ കളർ തന്നെയാണ്. പക്ഷേ ലൈറ്റ് കാണുമ്പോൾ പിങ്ക് പോലെ തോന്നും. അത് വീഡിയോയുടെ ആ ഒരു കളർ എഫക്റ്റിൻ്റെ ആ ഒരു സ്റ്റൈലാണ്. അത് വീഡിയോ എടുത്തപ്പം അങ്ങനെ ആയതാണ്. പക്ഷേ ഇത് പ്രോപ്പർ നല്ല പർപ്പിൾ തന്നെയാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഇങ്ങനത്തെ രീതിയിൽ ലൈൻ ചെയ്യണം. ഫ്രണ്ടിലും താഴെയും നമ്മൾ വീതി നമുക്ക് വേണമെങ്കിൽ വീതി കുറയ്ക്കാം, വീതി കൂട്ടാം. പക്ഷേ കീറിയ ഫീലിങ്സ് കൊണ്ടുവരാം. വേണ്ടെങ്കിൽ നമുക്ക് അങ്ങും ഇങ്ങും മാത്രം ചെയ്താൽ മതി. പേപ്പറാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ സൈസ് അളന്ന് അത് കീറി ഒട്ടിച്ച് കുറേ മെനക്കണം. അതിനേക്കാളും നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ലത് പേപ്പറാണ്. ഞാൻ നേരത്തെ ആ പിങ്കും ബ്രൗണും പേപ്പർ കൊണ്ട് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ഇത് കാണുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഈ ജേർണൽ നമ്മൾ ഈ സൈഡ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ആക്ച്വലി ഇവിടെ പിങ്ക് കളറും അപ്പുറത്ത് ആ ഡാർക്ക് പിങ്കും അടിക്കാനാണ്. ഡാർക്ക് പിങ്കല്ല, പർപ്പിൾ അടിക്കാനാണ്. അങ്ങനെ ഞാൻ ഇവിടെ അടിച്ചു. നമുക്ക് പർപ്പിൾ യൂസ് ചെയ്ത് ലൈൻ ചെയ്ത് എല്ലാം ഞാൻ വീതിയുള്ള നിപ്പാണ് എടുക്കുന്നത്. മറ്റേ നിപ്പാകുമ്പം അടിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. സോ ലാസ്റ്റും കൂടി നമ്മൾ ശ്രദ്ധിച്ചടിച്ചു. ഓക്കെ, ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഞാൻ എൻ്റെ LKGയിലെ ബുക്കാണ്. സോ ഇതിനകത്ത് കുറേ പടങ്ങൾ, കുറേ സെൻറ്റൻസ്, ലൈൻ എന്ന് പറയുന്ന കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഞാൻ ജേർണൽ ചെയ്യാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ കീറിയെടുക്കാറുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ വട്ടത്ത് ജേർണൽ ചെയ്തപ്പോൾ കീറിയെടുത്തതിൻ്റെ ബാക്കിയാണിത്. അപ്പം ഞാൻ ഇത് ഒട്ടിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. സോ ഇതിവിടെയായിട്ട് നമുക്ക് ഗ്ലൂ യൂസ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. അല്ലാതെ സെലോ ടേപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്റ്റിക്കറാക്കിയും ഒട്ടിക്കാം. കുറച്ചും കൂടെ എഫക്റ്റ് കിട്ടുന്നത് നോർമലി ഒട്ടിക്കുമ്പോഴാണ്. ഇനി ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ജേർണൽസിന് വേണ്ടിയിട്ട് ചെയ്ത കുറച്ച് സ്റ്റിക്കേഴ്സാണിത്. ഇപ്പോൾ ഉണ്ടാക്കിയതേ ഉള്ളൂ. അപ്പം ഞാൻ ഇതുപോലെ ഒരു പർപ്പിൾ എഴുതിയതും, പിന്നെ ഇതുപോലെ ഒരു ഫ്ലവർ, പിന്നെ വീണ്ടും ഒരു കുഞ്ഞു ഫ്ലവർ, പിന്നെ വീണ്ടും ഒരു ഇത്തിരി മീഡിയം ഫ്ലവേഴ്സാണ് കൂടുതലുള്ളത്. ഇനി കുറച്ച് സെൻറ്റൻസസ് ആണ് ഒട്ടിച്ചെടുത്തത്. മിഡിൽ നമ്മൾ ഒരിക്കലും ഒട്ടിക്കാൻ പാടില്ല. അവിടെ നമുക്ക് വേറൊരു പണിയുണ്ട്. ഇവിടെ ആയിട്ട് ഒട്ടിച്ചെടുക്കാം. പെർഫെക്റ്റ്. ഇനി മിഡിലത്തെ പണി എന്തെന്ന് പറഞ്ഞാൽ ഡാർക്ക് കളർ എടുത്ത് നമുക്ക് അതിനകത്ത് ഔട്ട്ലൈൻ പോലെ ഇങ്ങനെ വരച്ചെടുക്കാം. തോന്നിയ രീതിയിൽ വരച്ചെടുക്കാം. അപ്പോൾ പേപ്പറാണെങ്കിൽ അവിടെ പേപ്പർ ഒട്ടിക്കാം. എന്നിട്ട് പർപ്പിൾ ജേർണലിൽ നിന്ന് എഴുതാം. പക്ഷേ ഒരു പ്രശ്നം വന്നിട്ട് ഇത് നമ്മൾ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ സ്കെച്ചും ഒരു കയ്യിൽ ഫോണായതുകൊണ്ട് അത്ര നീറ്റ് ഹാൻഡ് റൈറ്റിംഗ് കിട്ടിയില്ല. കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ വീതിയുള്ള നിബ് യൂസ് ചെയ്ത് നമുക്കിത് കളർ ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞാൽ ഇത് കാണുമ്പോൾ പിങ്ക് പോലാണ് ഫീൽ ചെയ്യുന്നത് എന്നാന്ന് എനിക്കറിയില്ല. കളറൊക്കെ ചെയ്തെടുത്തു, ഫിനിഷ്. സോ ഇനി നമുക്ക് ഈ സൈഡ് നമ്മൾ കീറിയ ഇടം നമ്മളിങ്ങനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ വരച്ചെടുക്കാം. ഫിനിഷ്. അങ്ങനെ നമ്മുടെ ജേർണൽ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ വെച്ചാണ് അവസാനിപ്പിച്ചതെന്നറിയാൻ ഈ സാധനം ഇങ്ങോട്ട് ഇടാം, അടയ്ക്കാം. അങ്ങനെ ഈ ജേർണൽ റെഡി. ഇനി നമുക്കൊരു ഫോട്ടോ എടുത്താലോ? ഫോട്ടോ എടുത്തു, അത്രയേ ഉള്ളൂ. ടാറ്റാ.